ദൈവത്തിന് നിങ്ങൾ സമ്പന്നനാകുന്നത് ഇഷ്ടമാണെങ്കിൽ ദൈവേഷ്ടത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ അനുഗ്രഹത്തിൽ ജീവിക്കുക. അനുഗ്രഹം എന്നൊന്നും പറയില്ല, ധനവാനായി ജീവിക്കുക. അങ്ങനെ ആ വാക്കൊന്ന് മാറ്റും. സോറി, ധനവാനായിട്ട് ജീവിക്കണം. ഒരു മനുഷ്യന് ധനത്തോടുള്ള ആക്രാന്തം കൂടിയാൽ അവൻ എത്രമാത്രം അധപതിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ വീഡിയോ. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? കൂടെ നിന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്. കൂടെ നിന്നവരിൽ വിവരമുള്ള ഒരുത്തനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അനുഗ്രഹത്തിൽ ജീവിക്കുക, ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പാസ്റ്റർ എന്ന് പറയുന്ന ആളെ തിരുത്തുകയാണ്, മേലാൽ അങ്ങനെ പ്രാർത്ഥിക്കരുത്, അനുഗ്രഹത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ധനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ ഇരിക്കണം? നിന്റെ അനുഗ്രഹം അത് മാത്രം മതി എന്ന് ചിന്തിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു തലമുറയ്ക്ക് ഇന്ന് കൊടുക്കുന്ന സന്ദേശമാണ്, അനുഗ്രഹമല്ല വേണ്ടത്, ധനമാണ്. ധനമാണ് വലുത്, പണമാണ് 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 ഞങ്ങൾക്ക് വലുത്. വലിയ ഉപദേശമാണ്. പണമാണ് എനിക്ക് വലുത് എന്ന് ചിന്തിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. എങ്ങും വേണ്ട ഒരുപാട് ഉദാഹരണം ബൈബിളിൽ ഉണ്ട്. പക്ഷെ ഒറ്റ ഉദാഹരണം മാത്രം മതി. ഗോത്രപിതാവായ യാക്കോബ് അപ്പനെ പറ്റിച്ചു, ജ്യേഷ്ഠനെ പറ്റിച്ചു, അമ്മായിപ്പനെ പറ്റിച്ചു, ഉടായിപ്പോൾ പലതും ചെയ്തു, ആടുകളെ ക്രോസ് ചെയ്ത് പണക്കാരനായി. അന്നെല്ലാം പ്രാർത്ഥന എന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ പണക്കാരനാക്കണം, പണക്കാരനാക്കണം. വലിയ പണക്കാരനായി. 20 വർഷം കൊണ്ട് വലിയ പണക്കാരനായി. പക്ഷേ വന്നു മുമ്പോട്ടും പുറകോട്ടും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പണമല്ല വലുത്, അനുഗ്രഹമാണ് വലുത് എന്ന് തോന്നിയ ഒരു നിമിഷമുണ്ട്. എബ്ബക്കടവിനരികച്ച്, നിന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദൂതന്റെ കാൽക്കൽ വീഴുന്ന ഒരു സന്ദർഭമുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നു, ഈ ഉടായിപ്പം കൊണ്ടുണ്ടാക്കിയ കാശ് മുഴുവനും നഷ്ടപ്പെട്ടത് ഒറ്റ രാത്രി കൊണ്ടാണ്. ഈ കിട്ടിയ കാശ് മുഴുവനും 20 വർഷം കൊണ്ട് പലരെയും പറ്റിച്ചുണ്ടാക്കിയ നിക്ഷേപങ്ങൾ മുഴുവനും ശേഖമിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു ഈ യാക്കോബ്. പക്ഷേ അതെല്ലാം വിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഓടേണ്ടതായിട്ട് വന്നു. തന്റെ 2 മക്കൾ മൂലം, ശമോനും ലേവിയും മൂലം. ശെഖമിനെയും അവിടുത്തെ യുവാക്കന്മാരെയും നിർബന്ധിച്ച് പരിച്ഛേദന ഏൽപ്പിച്ച് അവര് പനി പിടിച്ച് വിറച്ചു കിടന്ന രാത്രിയിൽ അവരുടെ കൂടാരങ്ങളിൽ കയറി അവരെ വെട്ടിക്കൊന്നപ്പോൾ, പിന്നീട് അവിടെ നിലനിൽപ്പില്ലെന്ന് കണ്ടപ്പോൾ അവിടുത്തെ എല്ലാ നിക്ഷേപങ്ങളും വിട്ട് രായ്ക്ക് രാമാനം ഓടിപ്പോകേണ്ടതായിട്ട് വന്നു യാക്കോബിന്. നീ ചെല്ലുക, ബഥേലിൽ ചെന്ന് പാർക്കുക എന്ന് പറഞ്ഞു അവിടുന്ന് വെറുങ്കയോടെ ഓടിപ്പോയ യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ധനമാണ് വലുത് എന്ന് ചിന്തിച്ചാൽ ഈ ധനമൊക്കെ നഷ്ടപ്പെടാൻ അല്പനിമിഷം മതി, കണ്ണടയ്ക്കുന്ന നിമിഷം മതി എന്നൊരു ഓർമ്മ എല്ലാവരെയും ഭരിക്കുന്നത് നല്ലതാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ മഞ്ഞിനിടമില്ല എന്ന് പ്രസംഗിച്ചു നടന്ന ഒരു നാഥന്റെ ശിഷ്യനല്ലേ താങ്കൾ? പിറന്നു വീഴാൻ സ്വന്തമായിട്ട് ഒരു വീടോ, കിടന്നു മരിപ്പാൻ ഒരു കട്ടിലോ, കബറടക്കപ്പെടുവാൻ ഒരു കല്ലറയോ സ്വന്തമായിട്ടില്ലാതിരുന്നു. വെറും ദരിദ്ര നാരായണന്മാരുടെ കൂട്ടുകാരൻ. അങ്ങനെയൊക്കെ ജീവിച്ച ഒരാളിന്റെ ശിഷ്യനല്ലേ താങ്കൾ? തമ്പുരാന്റെ അനുഗ്രഹത്തിനെക്കാട്ടിൽ ഏത് ധനമാണ് ഈ ലോകത്തിൽ താങ്കളെ വലിയവനാക്കുന്നത്? ഒന്നിനെക്കുറിച്ചും അകലപ്പെടേണ്ട കാര്യമില്ല. ഉണ്ണുവാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെപ്പിൻ എന്ന് ഉപദേശിച്ച കർത്താവിന്റെ ശിഷ്യനാണെന്നല്ലേ താങ്കൾ അഭിമാനിക്കുന്നത്? ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി നിനക്ക് വേണ്ടതെല്ലാം നിനക്ക് ലഭിക്കും എന്ന് അരുളിച്ചതനായ കർത്താവല്ലേ താങ്കളുടെ നാഥൻ? വയൽപ്പൂവിനെയും വയൽക്കിളികളെയും പോറ്റുന്ന കർത്താവാണ്. അതുകൊണ്ട് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്ന് ഉപദേശിച്ച കർത്താവല്ലേ താങ്കളുടെ നാഥൻ? എന്നിട്ടും എന്തേ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കലേ? അനുഗ്രഹം വേണ്ട, പണം മതി. അനുഗ്രഹം വേണ്ട, ധനം മതി. പണക്കാരനാക്കണം. എന്തോ ഒരു വിരുദ്ധ ഉപദേശമാണ്. ബൈബിൾ ഏതാ കയ്യിലുള്ളത്? 150 രൂപയുടെ. പുറംമൊടികൾ മാത്രം നോക്കുന്നവനെ ഇങ്ങനെ പറയാൻ പറ്റും. ബൈബിളിന്റെ പുറംചട്ടയിലല്ല താരു പാസ്റ്ററെ അതിന്റെ മഹത്വം, അതിലെ വചനങ്ങളിലാണ്. പുറംചട്ട എങ്ങനെയായാലും കുഴപ്പമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രേഷ്ഠം. ഗുഡ് പീപ്പിൾ ബാഡ് ബൈബിൾ, ബാഡ് പീപ്പിൾ ഗുഡ് ബൈബിൾ എന്ന് ഒരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട്. ആ വചനത്തെ നമ്മൾ എങ്ങനെ കാണുന്നു,
ബൈബിളിനെ എങ്ങനെ നമ്മൾ ആദരിക്കുന്നു, അതിന്റെ ഉൾക്കാമ്പുകൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ബൈൻഡിങ്ങോ പുറംചട്ടയോ അതിന്റെ ലോകത്തിലെ നമ്മൾ കൊടുത്താൽ എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ള വിലയോ അല്ല ബൈബിളിനെ മഹനീയമാക്കുന്നത്, അതിനെ ഉപയോഗിക്കുന്ന നമ്മളെയും മഹനീയമാക്കുന്നത് എന്നൊരു തിരിച്ചറിവ് താങ്കൾക്ക് അത്യാവശ്യമാണ്. കുറച്ചും കൂടെ നല്ല ബൈബിള് കാശില്ല, ഇതിനൊക്കെ നല്ല പാത്രം എടുത്ത് തിണ്ടിക്കൂടെ? അതെ, അതുതന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ താങ്കളെ പറ്റിയും ചിന്തിക്കുന്നത്. ഒരു കണക്കിന് ഒരു ഹൈടെക് തെണ്ടലാണല്ലോ താങ്കൾ നടത്തുന്നത്. താങ്കളുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാറിന് വേണ്ടി താങ്കളുടെ ഒരു തെണ്ടൽ, അത് കുറഞ്ഞ കാറൊന്നുമല്ല, ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറിന് വേണ്ടി. താങ്കൾക്ക് ഏറ്റവും വിലയേറിയ ഒരു കാറുണ്ട്, എന്നിട്ട് പോലും അത് പോരാ, പുതിയ മോഡലിന് വേണ്ടി താങ്കൾ തെണ്ടുന്ന ഒരു ഹൈടെക് തെണ്ടൽ വൈറലായിട്ടുണ്ട്. 1000 രൂപയുടെ ബൈബിള് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതിലെഴുതിയിരിക്കുന്ന ബൈബിളോ ഇതിലെഴുതിയിരിക്കുന്ന ബൈബിളോ? ദാരിദ്ര്യ മനോഭാവം കണ്ടോ? ആ ഭൂതം പോവാ എന്നെ പാടാന്ന് പറയും. എന്ത് നിശബ്ദമായിട്ടാ ആ സാധനം നിൽക്കുന്നേ. ലോകത്തിലെ എല്ലാ നിക്ഷേപങ്ങളെക്കാട്ടിൽ കർത്താവ് മാത്രം മതി എന്ന് ചിന്തിച്ച ഒരു പഴയ തലമുറയുണ്ടായിരുന്നു. ദാരിദ്ര്യം അവർ സ്വയമേ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആഭരണങ്ങൾ ധരിക്കാതെ ലളിതമായ വസ്ത്രം ധരിച്ച് കാൽനടയായി ചെറ്റക്കുടിലൊക്കെ താമസിച്ച് അല്പ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന കുറെ നല്ല മനുഷ്യരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഭൂതമാണെന്നാണ് താങ്കൾ പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, മനുഷ്യൻ തലതിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനൊക്കപ്പുറത്ത് എന്താ താങ്കളെ പറ്റി പറയേണ്ടത്? മിനിമമായിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സത്യത്തിന്റെ ആത്മാവ് താങ്കളെ വഴി നടത്തട്ടെ.